ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ നമ്മളിതാ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓൾ സെറ്റ്. നമ്മൾ രാവിലെ ലഘു ഭക്ഷണങ്ങൾ കഴിച്ചു. നമ്മൾ അവിടെ ഡെറാഡൂണിൽ നിന്ന് ഉണ്ടാക്കിയ ഓട്സ് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിതാ ചണ്ഡീഗഡിലേക്ക് ഇറങ്ങണം. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഈ റൂമിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ പരിപാടിക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ചണ്ഡീഗഡിലെ ബൻസൽ അമൃത്സറി കുൽച്ച കഴിക്കാൻ വന്നാണ് കേട്ടോ. ഇതാ കട ഞാൻ ആദ്യം കാണിച്ചു തരാം. നമ്മൾ കഴിക്കാൻ പോകുന്ന കട ഇതാണ്, കണ്ടില്ലേ? ഭയങ്കര ഫേമസ് കുൽച്ചയാണ്. അപ്പം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കും. ഇത് ബൻസാർ അമൃത്സറി കുൽച്ച, ഇതാണ് ഇവിടുത്തെ ഫേമസ് കുൽച്ച എന്ന് കേട്ടിട്ട് വന്നതാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഉണ്ട്. ആ ഭാഗത്ത് ഫുള്ള് കണ്ടില്ല, ആ ബോർഡ് കാണുന്ന ഫുള്ള് ഇവിടുത്തെ വെറൈറ്റി കുൽച്ചയാണ്. അപ്പോൾ നമ്മളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞത് ഡ്രൈ ഫ്രൂട്ട് കുൽച്ചയാണ്. നമ്മളെ ഡ്രൈ ഫ്രൂട്ട് കുൽച്ച അല്ലേ, എന്നിട്ട് ഏതാ മാറ്റി പറഞ്ഞത്? സ്പെഷ്യലാണ്, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ കുൽച്ച. വെറൈറ്റി ഓഫ് കുൽച്ച കണ്ടില്ലേ? നമ്മുടെ ബൻസാലി സ്പെഷ്യൽ സാധനം എത്തി. ഇതെന്താ പറയുക, ഇത് നമ്മുടെ അമൂൽ ബട്ടറാണ് കേട്ടോ. ഇത് ഇതിൻ്റെ മേലെ വെക്കുക, എന്നിട്ട് ഇതിപ്പോൾ അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇടിയിലേക്ക് ഇടണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇടാം. നമുക്ക് അലിയാൻ വെയിറ്റ് ചെയ്യണ്ട, നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ തേക്കാം. ഇടുമ്പോഴേക്ക് അലിയുന്നുണ്ട്. അല്ല, ഇത് അവിടെ നിന്ന് കിട്ടിയതാട്ടോ. നല്ല നെയ്യ് പോലത്തെ ഒരു സംഭവമാണ്. എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു ഗീയുടെ ടേസ്റ്റാണ്. ഈ ഗുരുദ്വാരയിലെ അട്രാക്ഷനിൽ ഒന്നെന്ന് പറയുന്നത് നല്ല ഫുഡാണ് കേട്ടോ. അവരെപ്പോഴും പ്രസാദം തരും, എന്തെങ്കിലും ഒരു പ്രസാദമായിട്ടുണ്ടാവും ഗുരുദ്വാരയിൽ എപ്പോഴും വരുന്നവർക്ക്. അപ്പോൾ അതിലിപ്പോൾ കിട്ടിയതാണ്. നമ്മളിതാ ഇവിടെ മെയിൻ ഗുരുദ്വാരൻ്റെ ഉള്ളിലൊക്കെ ചെന്നു. അവിടെ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇത് മെയിൻലി നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ലേ, ചണ്ഡീഗഡിലേക്ക് കയറി വന്നപ്പോൾ ആ കണ്ട ഗുരുദ്വാരയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം നമുക്ക് കുറച്ച് മലയാളികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചുതരാം. ഇതാ പേരൊന്ന് പറയോ? ശ്രീലത. എവിടുന്നാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. ഷീബ നമ്മളെ വളരെ അയൽവാസികളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ദീപക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. രവീന്ദ്രൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ട്രിപ്പിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞേ. എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു? എവിടെയൊക്കെ പോയി? മൊത്തം 10 ദിവസത്തെ ട്രിപ്പായിരുന്നു. ചണ്ഡീഗഡ് വന്ന് ട്രെയിനിലിറങ്ങി, അവിടെ നിന്ന് മണാലി, കുളു, അത് കഴിഞ്ഞ് ഷിംലയിൽ നിന്ന് നേരെ ചണ്ഡീഗഡ് വന്നു. ഇനി ഇവിടുന്ന് ഡൽഹി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ. അമ്പോ, വലിയ ട്രിപ്പാണ്. മഞ്ഞ് കണ്ടോ? സൂപ്പർ ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ്സ് അവൈലബിൾ ഉണ്ടോ നോക്കുന്നു, കിട്ടുന്നു. പൊളി ട്രിപ്പിന്റെ ആൾക്കാരല്ലേ? ഇത് സ്ഥിരം പരിപാടിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ട്രിപ്പിന് കേട്ടോ. അപ്പൊ നമ്മള് ചണ്ഡീഗഡിലേക്ക് വീണ്ടും കയറി. അതായത് ചണ്ഡീഗഡിൽ നിന്ന് ഹരിയാന ജസ്റ്റ് ബോർഡറിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ആ ഗുരുദ്വാര കണ്ടത് കേട്ടോ. അപ്പൊ തിരിച്ചത് വീണ്ടും നമ്മൾ ചണ്ഡീഗഡിലേക്ക് കയറി. അപ്പൊ ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു സിറ്റി വൈബാണ്, സിറ്റി ലൈഫ് പോലെ തന്നെ. ഇവിടെ കുറെ ഗാർഡൻസ് ആയിരുന്നു കാണാനുള്ളത്. അതായത് റോക്ക് ഗാർഡൻ, റോസ് ഗാർഡൻ, ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഉള്ള ഗാർഡൻസും പിന്നെ ഒരു സുക്ന ലേക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ രാത്രി ചണ്ഡീഗഡ് എത്തിയിട്ട് ഇന്ന് ചണ്ഡീഗഡ് ഒന്ന് കറങ്ങിയിട്ട് നേരെ മണാലിക്ക് പോവാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ സുക്ന ലേക്കിൽ ഈ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു എയർ ഷോ നടക്കുന്നുണ്ട്. 6 മുതൽ 9 വരെ എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കി.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കുറേ VVIPs ഈ ഷോ കാണാനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും റെസ്ട്രിക്ഷൻ ആണ്. എല്ലാ മറ്റ് ടൂറിസം ആയിട്ടുള്ള അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗാർഡൻസും ഒക്കെ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. എന്നാൽ ഈ എയർ ഷോ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പ്രീ ബുക്ക്ഡ് ആണ് ഓൾറെഡി. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ആകാശത്തൂടെ ആയതുകൊണ്ട് കാണാമെന്നൊക്കെ പോലീസുകാർ പറഞ്ഞു. പക്ഷെ കാര്യമില്ല, അത് ആക്ച്വലി മുൻകൂട്ടി അറിയുന്നവർക്ക് ബുക്ക് ചെയ്തിട്ട് വരാമായിരുന്നു. അപ്പോൾ ഇതാണ് ചണ്ഡീഗഡിൽ മെയിൻലി ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കത് മിസ്സായി. അത് കുഴപ്പമൊന്നുമില്ല. ബാക്കി നമ്മൾ ചണ്ഡീഗഡിൽ നല്ല കുളിച്ചൊക്കെ കഴിച്ചു, സിറ്റി ലുക്കൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് തൊട്ട് ഹരിയാന ബോർഡറിലേക്ക് കിടന്ന ഗുരുദ്വാരൊക്കെ കണ്ടു. ഈ റൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ബോർഡ് കണ്ടോ? ഈ ബോർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുണ്ട് അടുത്ത റൗണ്ട് ബോട്ടം. അതിന് 4 പ്ലസ് പോലെയാണ് 4 സൈഡിലേക്ക്. ഈ റൗണ്ട് ബോട്ടം ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ. ഇതാണ് ഇവിടുത്തെ റൂട്ട് പ്ലാൻ. നമ്മളിപ്പൊ കണ്ട ഈ റൗണ്ട് ആയിട്ടുള്ള സർക്കിൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു സർക്കിളാണ് കേട്ടോ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? എല്ലായിടത്തും ഇതേപോലത്തെ റൗണ്ട് ബോട്ടമാണ്. റൗണ്ട് ബോട്ടത്തിൽ നിന്ന് പ്ലസ് പോലെ 4 സെക്ടർ ആയിട്ട് തിരിച്ചിട്ട് അതിലാണ് സെക്ടേഴ്സ് ആയിട്ടാണ് ഈ സിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. UTI ഓഫ് ഇന്ത്യ ആണ്. 8 എണ്ണത്തില് ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന 2ാമത്തെ സ്ഥലമാണ്. അപ്പൊ ഇത് UTI ആയി മാറിയിരിക്കുന്നത് 1966 കേട്ടോ. ഇതൊരു UTI ആയി മാറുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മളെ പഞ്ചാബും ഹരിയാനയും ഒന്നിച്ചുള്ള ഒരു ഒറ്റ സംസ്ഥാനമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവര് തമ്മിൽ ഒരു തർക്കം വന്ന് സിഖുകാർ കൂടുതലുള്ള മേഖല വേറെയും ഹിന്ദുക്കൾ കൂടുതലുള്ള മേഖല വേറെയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു, പഞ്ചാബും ഹരിയാനയുമായിട്ട്. അപ്പൊ ആ സമയത്ത് ഇത് ഒറ്റ സംസ്ഥാനമായിരുന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും ഏർലിയസ്റ്റ് പ്ലാൻ സിറ്റി ഇൻ ഇന്ത്യ ആണ് നമ്മുടെ ചണ്ഡീഗഡ്. ഇത് ബ്രിട്ടീഷ് കാലത്താട്ടോ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിൽ, അതായത് ഒരു ഫ്രഞ്ച് സ്വീസ് ആർക്കിടെക്റ്റ് ആണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇത് എഞ്ചിനീയറിംഗിലൊക്കെ ഒരു പഠന വിഷയമായിരുന്നു എന്നാണ് എൻ്റെ അച്ഛൻ പറയുന്നത്. അച്ഛനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അവരുടെ ഒരു റെഫറൻസ് സബ്ജക്ട് തന്നെയായിരുന്നു അത്ര ചണ്ഡീഗഡ് ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ടുള്ള. അപ്പൊ ആ കാലത്ത് ഒരു 50 years ബിഫോർ ആണ് അവര് പഠിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും പഴയ ഓൾഡസ്റ്റ് പ്ലാൻ സിറ്റി ആണെങ്കിലും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് 2 പേർക്കും ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ 2 പേർക്കും കൂടി ആയിട്ട് ഇതൊരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഫോം ചെയ്യപ്പെട്ടു. അങ്ങനെ അത് പഞ്ചാബിനും ഹരിയാനക്കും ഭരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു UTI മാറി എന്നാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റിയത്. എനിവേ നമ്മളിപ്പോ ആ ഒരു സിറ്റിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഇതാണ് ഒരു പ്ലാൻഡ് സിറ്റീൻ്റെ ഒരു എക്സാമ്പിൾ ആട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് കണ്ടോ, ഈ ഒരു ഹൈവേൻ്റെ സൈഡിൽ ഇങ്ങനെ വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം കിട്ടും. ഡോമിനോസ് ഉണ്ട്. ഈ ചവളാസ് എന്ന് പറയുന്നത് 1960 തൊട്ട് ഇവിടുത്തെ ഒരു ഫേമസ് ഒരു വൺ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ടീമാണ് കേട്ടോ. പിന്നെ ബാരിസ്റ്റ, സബ്വേ, ഇതെല്ലാം ഉള്ള ഒരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ചണ്ഡീഗഡിൻ്റെ ഒരു പ്ലാൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ വെരി വെറൈറ്റി തിങ്സ് അല്ലേ. നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും പല ന്യൂ ടൗൺ പോലത്തെ കൊൽക്കട്ടയിലൊക്കെ എപ്പോഴും ഓർക്കുന്ന സിറ്റി പ്ലാൻ സിറ്റിയിൽ അതാണ്. അതേപോലെ എന്നാൽ അത്രയും ഏർലിയസ്റ്റ് ടൈം തൊട്ടേ ഉള്ളൊരു പ്ലാൻ സിറ്റി എന്നുള്ളൊരു പ്രത്യേകത കൂടെ നമ്മുടെ ഈ ചണ്ഡീഗഡിനുണ്ട് കേട്ടോ. ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഫസ്റ്റ് പ്ലാനിലെ ഡിഫറൻസ് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ വരുമ്പോൾ അഡ്വാൻറ്റേജ് മുഴുവൻ ഉപയോഗിക്കുകയാണ്. ഡ്രൈവ് ചെയ്ത് നമ്മൾ അങ്ങനെ ഓരോ കാഴ്ചകളും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ടറുകളാക്കി തിരിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതൊക്കെ ജനറൽ ഇൻഫർമേഷനാണ്. അപ്പോൾ ഓരോ സെക്ടറുകളാക്കി തിരിച്ച് ഇപ്പോൾ സെക്ടർ 1, സെക്ടർ 20, അപ്പോൾ ആ സെക്ടറുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സ്ഥലം, അവർക്ക് വേണ്ട പാർക്ക്, അവർക്ക് വേണ്ട വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ എല്ലാ ബേസിക് അമ്യൂണിറ്റീസും ഉറപ്പാക്കിക്കൊണ്ട് സെക്ടേഴ്സ് ആക്കിയിട്ട് ഗവൺമെന്റ് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പൊതുവെ ഒരു നന്നായി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്, നല്ല ഗ്രീനറി ഉണ്ട്.
ഈ സ്ഥലം നല്ല ഗ്രീനറി ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവരുടെ ആൾക്കാരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഗംഭീരമാണ്. അപ്പോൾ അത് നമ്മൾ ലോക്കൽ റെസ്റ്റോറൻറ്റ്സിലും അങ്ങനെയൊക്കെ കയറുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പോലീസുകാരുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര ഉഷാറാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വൈബിലോട്ട്, ഈ ഒരു പ്ലാനിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കാണുന്ന ഡെസ്റ്റിനേഷൻസ് ഒന്നും ഇന്ന് പോസിബിൾ അല്ല. പിന്നെ ഞങ്ങൾ അതിനെ ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്ത് ഇപ്പൊ ചണ്ഡീഗഡ് മൊത്തമായി നമ്മളൊന്ന് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി. അപ്പൊ ഏതൊരു ഇന്ത്യൻ ടൗണിനെ പോലെ തന്നെയാണ് അവിടെ കിട്ടാവുന്ന ഒരു, കാരണം ഡൽഹി ബേസ്ഡ്, പഞ്ചാബ് ബേസ്ഡ് ഫുഡുകൾ, ലക്നൗ ബേസ്ഡ് ഫുഡുകൾ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്കിവിടെ നോർമൽ ഇന്ത്യൻ സിറ്റീസിൽ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡുകൾ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറികൾ, പിന്നെ അതുപോലെ കുറേ ബ്രാൻഡഡ് ഷോറൂംസ് എല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടാണ് കണ്ടത്. ഞങ്ങൾ കണ്ട സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ ഓർഗനൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാഫിക്, ഡബിൾ ലൈൻ റോഡ്, 4 ലൈൻ റോഡ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മിക്സ്ഡ് അപ്പ് ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് ഞങ്ങൾ ഡ്രൈവിങ്ങിലൂടെയാണ് ഞങ്ങൾ ചണ്ഡീഗഡ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ചണ്ഡീഗഡിൽ നിന്ന് കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പഞ്ചാബും ഹരിയാനയും എത്തും. അതൊരു ബേസിക് ലോജിക്കാണ്, കാരണം 2 സ്ഥലത്തിൻ്റെ ക്യാപിറ്റൽ ഒന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഞങ്ങളൊരു എക്സ്പ്ലോറിങ് സ്റ്റൈൽ മാറ്റി, കാരണം നമുക്കിന്ന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ രീതിയിലൊക്കെ മാറ്റി. ഇനി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് മണാലിയിൽ പോകാനാണ് ഫീൽ ചെയ്യുന്നത്. ഷിംല ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞങ്ങൾ മണാലിയിൽ പോകാനാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. മണാലിയിലേക്ക് ഇവിടുന്ന് 10 മണിക്കൂറുള്ള ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ആ ഡ്രൈവ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇനിയിപ്പോ എനിവേ നമ്മൾ ഇവിടുന്ന് മണാലി റൂട്ട് പിടിക്കുകയാണ് അല്ലെ, മണാലിയിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓൺ ദ വേ ആയിരിക്കും നമ്മൾക്ക് ഇനി ഫുഡൊക്കെ കഴിച്ച് പോവുള്ളൂ. അപ്പൊ വൈകുന്നേരം ആയിരിക്കാം മണാലി എത്തുന്നത്, രാത്രി ആയിരിക്കാം മേ ബി. അപ്പോൾ ഇപ്പൊ ഈ യാത്രാ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ മണാലിയിൽ എത്തുന്ന വിശേഷങ്ങൾ, മണാലിയിൽ എത്തുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇടുകയാണെങ്കിൽ ഞാൻ ആ വിശേഷങ്ങൾ ഈവനിങ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട്, ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളും ഇതാ ഞങ്ങളുടെ യാത്ര ഇന്നത്തെ തുടങ്ങാണ്. നിങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ഡെയിലി പരിപാടികളിലേക്ക് കടന്നോളൂ. ഇനി നമുക്ക് മണാലി എത്തിക്കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ.